പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NASൻ്റെ +2 സോഷ്യോളജി കോഡ് നമ്പർ 331 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. 3 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസർ ആണ്. കഴിഞ്ഞ 2024 ഒക്ടോബറിൽ നടന്ന എക്സാമിന്റെ 3 മാർക്കിന്റെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അവതരിപ്പിച്ചു. ഇനി അതിന്റെ ബാക്കി വരുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കറിയാം 2025 ഏപ്രിലിൽ പരീക്ഷ നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മോഡലിലാണ് എക്സാം വരുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലിലാണ് എക്സാം വരുന്നത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അവതരിപ്പിച്ചു, അല്പം 3 മാർക്കിന്റെയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് തുടർച്ചയായിട്ട് അതിന്റെ ബാക്കി വരുന്ന ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വൺ ഓഫ് ദി മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഷെഡ്യൂൾ ട്രൈബ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അവർ ദേ അഫക്റ്റ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? പട്ടികവർഗ വിഭാഗങ്ങൾ. ഈ പട്ടികവർഗ വിഭാഗം ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറഞ്ഞാല് പൊതുവായ ഒരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായ ഒരു ഭാഷ സംസാരിക്കുകയും പൊതുവായ ഒരു സംസ്കാരം പുലർത്തുകയും ചെയ്യുന്ന നിരക്ഷരായ തദ്ദേശീയരുടെ സഞ്ചയമാണ് ഗോത്രം എന്ന് പറയുന്നത്. പൊതുവായ ഒരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായ ഒരു ഭാഷ സംസ്കരിക്കുകയും പൊതുവായ ഒരു സംസ്കാരം പുലർത്തുകയും ചെയ്യുന്ന നിരക്ഷരായ തദ്ദേശീയരുടെ സഞ്ചയമാണ്. ഇനി അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ ഗോത്രവർഗങ്ങൾ മറ്റു ജനവിഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്നതാണ്. ഗോത്രങ്ങൾ താമസിക്കുന്നത് കൊടുങ്കാടുകൾ, ചെങ്കുത്തായ താഴ്വരകൾ, മലകൾ, പർവ്വത നിരകൾ എന്നിവിടങ്ങളാണ്. അവർക്ക് മറ്റു ജനങ്ങളുമായി ഇടപെടുക ദുഷ്കരമാണ്. അങ്ങനെ മറ്റു ജനവിഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. പിന്നെ സാംസ്കാരിക പ്രശ്നങ്ങളാണ്. ഗോത്രവർഗ സംസ്കാരം ഗോത്രേതര ജനങ്ങളുടെ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഗോത്രവർഗക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ തുടങ്ങിയ ഗോത്രേതര ജനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അത് ഒരു തരം സംശയം ദുരൂഹതയും ഉണ്ടാകുന്നു. ഗോത്രവർഗങ്ങളും ഗോത്രേതര ജനങ്ങളും തമ്മിലുള്ള ഈ സാംസ്കാരികപരമായ അകൽച്ച ഗോത്രവർഗങ്ങൾ മുഖ്യധാര സാമൂഹ്യ ജീവിയുമായി ഇടപഴകുന്നതും ഉൾക്കൊള്ളുന്നതുമായി തടസ്സം സൃഷ്ടിക്കും. പിന്നെ വരുന്നത് സാമൂഹ്യ പ്രശ്നങ്ങളാണ്. ഗോത്രങ്ങൾക്ക് അവരുടേതായ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. അവർ പാരമ്പര്യത്തിലും ആചാരങ്ങളും കുടുങ്ങിക്കിടക്കുന്നവരാണ്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശ്ശീലങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഗോത്രവർഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ചില സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. നിരക്ഷരത, ആരോഗ്യപരമായുള്ള പോഷകാഹാരങ്ങള്, സാമ്പത്തിക പ്രശ്നങ്ങള്, ദാരിദ്ര്യവും കടബാധ്യതകള്, ഭൂമി കുടിയൊഴിപ്പുകൾ, സ്ഥിരമായ വിപണിയുടെ അഭാവങ്ങള്, ബാങ്ക് സൗകര്യങ്ങളുടെ പ്രശ്നങ്ങള്, അതേപോലെ തന്നെ മതപരമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. 3 മാർക്കിനാകുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി 38. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അബ്സ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്? 9ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഭാഗമാണ് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഗൈഡിൽ നമുക്ക് 9ാമത്തെ ചാപ്റ്ററിൽ 5ാമത്തെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആരോപിതപരമായിട്ടുള്ളതാണ് അബ്സ്ക്രൈബ്ഡ്. അച്ചീവ്ഡ് എന്നാണ് നേടിയതാണ്. ഈ 2 പദവികൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്, ആരോപിതവും നേടിയതുമായ. ചില പദവികൾ വ്യക്തികളിൽ ആരോപിതമാണ്, അതാണ് അബ്സ്ക്രൈബ്ഡ് എന്നാണ്. മറ്റു ചിലത് അവർ നേടുന്നതാണ്. അപ്പൊ ആരോപിത പദവികൾ എന്ന് പറഞ്ഞാൽ അനൈശ്യ ഘടകങ്ങളിൽ അംഗത്വം കൊണ്ട് കിട്ടുന്നതാണ്. നേടുന്ന പദവി എന്ന് നമ്മൾ നേടിയെടുക്കുന്നതാണ്. ഉദാഹരണമായി പ്രായം, ലിംഗം, ബന്ധുത്വം എന്നിവ കൊണ്ട് ലഭിക്കുന്ന പദവികൾ ആരോപിതമാണ്. ആരോപിതപരമായിട്ട് അങ്ങനെ ചിലപ്പോൾ ജന്മനാ കിട്ടുന്ന പദവികളാണ്. അതേസമയം വിവാഹ പദവിയും പിതൃത്വം അല്ലെങ്കിൽ മാതൃത്വം നേടിയ പദവി ആരോപിത പദവി ജന്മനാവുള്ളതാണ്. അത് ജന്മം കൊണ്ട് വന്നു ചേർന്നതാണ്. എന്നാൽ സ്വയം പ്രജ്ഞ കൊണ്ട് നേടുന്നതാണ് ആക്ച്വലി. നമ്മൾ നേടിയെടുക്കുക, നമ്മുടെ പ്രയത്നം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കുന്നതാണ് ആക്ച്വൽ പദവി എന്ന് പറയുന്നത്. നമ്മൾ കഠിനാധ്വാനം കൊണ്ട് ഒരു ഡോക്ടർ ആകാം, ഒരു എഞ്ചിനീയർ ആകാം, ഒരു ഹെഡ് മാസ്റ്റർ ആകാം. ഇതൊക്കെ നമ്മളുടെ കഠിനാധ്വാനം ചെയ്ത് നമ്മൾ നേടിയെടുക്കുന്നതാണ്. എന്നാൽ ജന്മന നമുക്ക് ലഭിക്കുന്നത്, പാരമ്പര്യമായി ലഭിക്കുന്ന പദവിയാണ് എന്ന് പറയുന്നത് അബ്സ്ക്രൈബ്ഡ് പദവി എന്ന് പറയുന്നത്. ഇനി ഇതറിയാത്തവർക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിസ്കസ് ദി 4 forms of marriage that are considered the proper and desirable in the tradition. പരമ്പരാഗത ഹിന്ദു സമൂഹത്തിൽ നടക്കുന്ന 4 തരം വിവാഹ രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്.
ഹിന്ദു വിവാഹ രീതികളിൽ 4 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഒന്ന് ബ്രഹ്മ വിവാഹം എന്ന് പറയുന്നത്. ബ്രഹ്മചാരി ശ്രമം വിജയകരമായി തരണം ചെയ്ത ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വിവാഹമാണ്. ബ്രാഹ്മണർക്ക് അനുയോജ്യമായതുകൊണ്ടാണ് ഇതിനെ ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത്. വധുവിന്റെ അച്ഛൻ തന്റെ മകളെ വരന് സമ്മാനമായി നൽകുന്നു. ഇതാണ് കന്യാദാനം. ഒപ്പം സ്വർണവും വെള്ളിയും സ്ത്രീധനമായി നൽകുന്നു. ഉദാഹരണം ദശരഥനും കൗസല്യവും. രണ്ടാമതാണ് ദൈവവിവാഹമാണ്. യാഗമോ യജ്ഞമോ നടത്തുന്നയാൾ തന്റെ പുത്രിയെ പുരോഹിതന് ദക്ഷിണയായി നൽകുന്നുണ്ട്. ഇവിടെ സ്ത്രീ പുരോഹിതനെ വിവാഹം കഴിക്കുന്നു. ഇത് അഗ്നികുണ്ഡത്തിന് മുമ്പിൽ വെച്ചാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇതിനെ ദൈവവിവാഹം. 3 പറയുന്നത് അർഷവിവാഹമാണ്. മഹർഷികൾക്കും സന്യാസികൾക്കും അനുവദിച്ചിട്ടുള്ള വിവാഹമാണ് അർഷവിവാഹം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ അർഷ എന്ന പദം കൃഷി എന്ന വാക്കിനോട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് പ്രജാധിപത്യ വിവാഹമാണ്. അഷ്ടവിവാഹങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട വിവാഹ രീതിയാണ് എന്ന് പറയുന്നത് പ്രജാപത്യ വിവാഹ രീതി എന്ന് പറയുന്നത്. ഇതിൽ 4 നമുക്ക് എഴുതിയ മതി. ഓക്കെ, കുറെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. 4 മാർക്ക് ആയതുകൊണ്ട് 4 മതി. പിന്നെ അസുര വിവാഹമുണ്ട്, ഗാന്ധർവ വിവാഹമുണ്ട്, രാക്ഷസ വിവാഹം, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ഡു കസ്റ്റംസ് ആസ് എ മീൻസ് ഓഫ് ഇൻഫോം. കസ്റ്റംസ് എന്ന് പറയുന്നത് കസ്റ്റംസ് എന്ന് പറഞ്ഞ സമ്പ്രദായങ്ങളൊക്കെ എങ്ങനെയാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. വ്യാപകപരമായിട്ട് അംഗീകരിക്കപ്പെട്ടതും പരമ്പരാഗത പെരുമാറ്റങ്ങളും നിയമപരമായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിയമപരമായി നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും സാമൂഹിക സമ്മർദ്ദ ലംഘനങ്ങൾ, വ്യക്തിഗത പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി കസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് സാമൂഹ്യവൽക്കരണം നടക്കുന്നുണ്ട്, സാമൂഹ്യ സഹകരണം നടക്കുന്നുണ്ട്, ഓർഡർ പാലിക്കുന്നുണ്ട്, മനഃശാസ്ത്രപരമായിട്ടുള്ള സ്വാധീനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി അതറിയാത്തവർ ഹൗ ലോ ഡിഫറെൻറ്റ് നിയമങ്ങൾ കസ്റ്റംസിൽ നിന്ന് എന്തെല്ലാം വ്യത്യസ്തം. നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചിലപ്പോൾ രാജ്യം ഗവൺമെന്റ് നടപ്പിലാക്കുന്നതായിരിക്കും. ഭരണഘടനാപരമായിട്ട് നടപ്പിലാക്കുന്ന നിയമങ്ങൾ, അത് സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, ആ നിയമങ്ങൾ അനുസരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിൽ സിവിൽ നിയമങ്ങളുണ്ട്, ക്രിമിനൽ നിയമങ്ങളുണ്ട്. ചില നിയമങ്ങൾ ലംഘിച്ചതിന് കഠിനപരമായിട്ടുള്ള ശിക്ഷകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമത്തിൽ തന്നെ പല വ്യത്യാസങ്ങളും അതിലുണ്ട്. എന്നാൽ കസ്റ്റംസ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ നിർദ്ദിഷ്ട സ്വഭാവ പ്രതിചലനാണ്. ആചാരങ്ങൾ എഴുതിയോ ക്രോഡിഫൈ ചെയ്യാനോ പക്ഷെ തലങ്ങളിലൂടെ കടന്നു പോവുകയും നിരീക്ഷണത്തിലൂടെയും പരിശീലനത്തിലൂടെയും പഠിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് ഈ ഇൻഫോർമൽ ആയിട്ടുള്ള കസ്റ്റംസ്. ആചാരങ്ങൾ എഴുതിയോ ക്രോഡിഫൈ ചെയ്യാനോ പക്ഷേ തലങ്ങളിലൂടെ കടന്നു പോവുകയോ നിരീക്ഷണങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. കസ്റ്റംസ് പലപ്പോഴും സമൂഹത്തിന്റെ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റംസ് കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ്. ഇത്രയാണ് ഇത് വരുന്നത്. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കും. ഇതിനുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2, അതേപോലെ തന്നെ ബോസ് എഡ്യൂക്കേഷൻ്റെ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതേണ്ട SSLC +2, ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അത് കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.